എല്ലാവർക്കും നമസ്കാരം. ഒരു ഹോസ്പിറ്റലിൽ അവരുടെ പ്രൊമോഷന് വേണ്ടി ചെയ്ത റീൽസ്, സാധാരണ നമ്മൾ റീൽസിൽ ഏറ്റവും സ്പെസിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം അത്തരത്തിലൊരു ഹോസ്പിറ്റലിൽ ചെയ്ത റീൽസിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് കാരണമായി തരുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ ലേഹ്യം, അരിഷ്ടം, കഷായം ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. അത് മാത്രമല്ല, അത് കുട്ടികൾക്ക് ദോഷം ചെയ്യുന്നതും കൂടിയാണ്. അച്ചടി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നിർഭാഗ്യകരമായി പോയി എന്ന് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് ആയുർവേദത്തോട് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വന്ധ്യതാ ചികിത്സയിൽ ആയുർവേദത്തിന്റെ വസ്തു ചികിത്സയൊക്കെ സമന്വയിപ്പിച്ച് ചെയ്തപ്പോൾ വളരെയധികം നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് ഇവരെ പോലെ തന്നെ മറ്റൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അനിതാമണിയൊക്കെ പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആദ്യം ഇവർ പറഞ്ഞ കാര്യം ആയുർവേദം അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല എന്നുള്ളത്. ആയുർവേദത്തിലെ ഒരു ഫോർമുലേഷൻസും ലാബിലൊന്നും ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലെന്നേ. ഒരുപാട് നാളത്തെ ആചാര്യന്മാരുടെ നിരീക്ഷണ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ലേഹ്യമാണെങ്കിലും കഷായമാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് ആയുർവേദത്തിൽ റിസർച്ച് വേണ്ട എന്ന് അർത്ഥമില്ല. ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിലേക്ക് ആയുർവേദത്തെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം ആയുർവേദ റിസർച്ചിന് അല്ലെങ്കിൽ ആയുഷ് റിസർച്ചിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ചാൽ അപ്പം തന്നെ വീഡിയോ ആയിട്ട് വരും. എന്ത് അശാസ്ത്രീയമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് ചിലവാക്കുന്നു, അനാവശ്യമായ ഗവൺമെന്റ് ഫണ്ട് ചിലവാക്കുന്നുണ്ട്. എന്ത് പറയാനാ. ഇനി ഇവർ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, കുട്ടിക്ക് ദോഷം ഉണ്ടാവത്രേ. അപ്പോൾ എന്ത് തരത്തിലുള്ള ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് ഈ ഡോക്ടർ സ്പെസിഫൈ ചെയ്യണം. അല്ലെങ്കിൽ പോട്ടെ, ഈ ഡോക്ടറുടെ അമ്മയും അമ്മൂമ്മയും അമ്മൂമ്മയുടെ അമ്മയും ഒക്കെ ഈ ആയുർവേദ പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഡോക്ടർക്കടക്കം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞാലും മതി. പിന്നെ കുറേ അധികം അമ്മമാരിൽ പ്രസവ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നോ രണ്ടോ കുട്ടികൾക്ക് ഒരു വയറുവേദന ഉണ്ടായാൽ അതൊരു ഡോക്ടറെ അടുത്തേക്ക് ചെന്നാൽ അപ്പോൾ പറയും ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഈ കുട്ടിക്ക് വയറുവേദന ഉണ്ടായി. ഈ അമ്മ കഴിച്ച ആഹാരവും അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സും അതുമൂലം ഉണ്ടാകുന്ന മുലപ്പാലിലുണ്ടാകുന്ന വ്യതിയാനങ്ങളൊന്നും പ്രശ്നമല്ല, ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ അതാണ് കാരണം എന്ന് അവർ നേരത്തെ കൂട്ടി വിധിക്കും. ഈ പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ പ്രസവ ശുശ്രൂഷ, ഈ പ്രസവ ചികിത്സ ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഒരുപാടുള്ള കാലഘട്ടത്തിൽ ഇത്തരം ചികിത്സയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. പിന്നെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാവുന്ന ഒരു കാലമാണ്. അതായത് ഈ അമ്മേനെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കാൻ വന്ന ഹോം നേഴ്സ് വരെ ആയുർവേദ പ്രസവ ശുശ്രൂഷ ചെയ്യുന്ന ചികിത്സകരായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അതും ഇതും നമ്മൾ ഒരിക്കലും നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. യഥാർത്ഥത്തിൽ ഒരു പ്രസവ ശുശ്രൂഷ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയുടെ സ്വീകാര്യത ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടി വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ട് കാരണവന്മാർ പറയും മാങ്ങയുള്ള മാത്തിലെ ആളുകൾ കല്ലെറിയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കല്ലെറിയലുകളും ചവിട്ടിത്താഴ്ത്തലുകളും എഴുത്തലുകളും തരണം ചെയ്താണ് ഈ ആയുർവേദ ശാസ്ത്രം മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിനി എത്ര താഴ്ത്താൻ ശ്രമിച്ചാലും ആയുർവേദ ശാസ്ത്രത്തിന്റെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകളുടെ മനസ്സിലൂടെ ഈ ശാസ്ത്രം എന്നും നിലനിൽക്കും എന്ന് മാത്രം പറയും. താങ്ക് യു.